ടുഡേ ന്യൂസിൻ്റെ വളരെ പ്രാധാന്യത്തോടെ ഈ ന്യൂസ് കൊടുക്കുകയും ഒക്കെ ആയി. അതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി എങ്കിലും അതിൻ്റെ റോഡിൻ്റെ പ്രവൃത്തി ഇപ്പം നടന്നു കഴിഞ്ഞു. അത് മാത്രമല്ല സൈഡ് രാത്രി കാലങ്ങളിൽ ഇവിടെ എന്തെങ്കിലും അപകട സൂചനമായിട്ടുള്ള എന്തെങ്കിലും സാധനം വെക്കണം. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയിലെ വ്യാപാരികളെയും യാത്രക്കാരെയും ഒരുപോലെ വലച്ച മുണ്ടത്തുപാലം റോഡിന് താൽക്കാലിക ആശ്വാസം. നിർമ്മാണ പ്രവൃത്തികൾ പാതി വഴിയിൽ നിലച്ച് അപകടക്കെണിയായ പാലത്തിന്റെ ഇരുവശത്തുമുള്ള റോഡ് താൽക്കാലികമായി യാത്രായോഗ്യമാക്കി. ടുഡേ ന്യൂസിന്റെ വാർത്തയിൽ അധികൃതരുടെ ഇടപെടൽ. ടുഡേ ന്യൂസ് ഇംപാക്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. 1% പലിശ നിരക്കുകളിൽ കിസാൻ ഗോൾഡ് ലോൺ. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ. പെരിന്തൽമണ്ണ നഗരത്തിന്റെ ശാപമായി നിലകൊള്ളുകയായിരുന്നു ഒരു വർഷത്തോളമായി മുണ്ടത്ത് പാലവും അനുബന്ധ റോഡും. പാതിവഴിയിൽ നിർമ്മാണം നിലച്ച പേരിനൊരു പാലമായി നിലകൊണ്ടിരുന്ന മുണ്ടത്ത് പാലവും റോഡും പെരിന്തൽമണ്ണയിലെ വ്യാപാരികളെയും ഇവിടേക്കെത്തുന്ന യാത്രക്കാരെയും ഒരുപോലെ വലയ്ക്കുന്നത് ടുഡേ ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയ വാർത്ത ഏറെ പ്രാധാന്യത്തോടെയാണ് ടുഡേ ന്യൂസ് അധികൃത സമക്ഷത്തിലേക്കും ജനങ്ങളിലേക്കും എത്തിച്ചത്. വിഷയത്തിൽ അധികൃതർ സത്വര ഇടപെടൽ നടത്തിയിരിക്കുകയാണിപ്പോൾ. താൽക്കാലികമായാണെങ്കിലും മുണ്ടത്ത് പാലത്തിന്റെ അപ്രോച്ച് റോഡിലെ കുഴികളടച്ച യാത്രാക്ലേശം ദൂരീകരിച്ചിട്ടുണ്ടിപ്പോൾ. ഏറെ നിവേദനങ്ങളും പ്രതിഷേധങ്ങളും ഉയർത്തിയ വിഷയത്തിൽ താൽക്കാലികമായാണെങ്കിലും നടപടിയുണ്ടായതിൽ സന്തോഷമുണ്ടെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി CP മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു. ഏതായാലും താൽക്കാലികമായി അതിൻ്റെ പ്രവൃത്തി നടന്നു. കഴിഞ്ഞ ദിവസം ടുഡേ ന്യൂസ് ചാനൽ അതിൻ്റെ പ്രവൃത്തിക്കെതിരെ വളരെ ന്യൂസ് പ്രാധാന്യത്തോടെ കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി എങ്കിലും അതിൻ്റെ റോഡിൻ്റെ പ്രവൃത്തി ഇപ്പം നടന്നു കഴിഞ്ഞു. ആശ്വാസമാണ്. എങ്കിലും അതിൻ്റെ പ്രവൃത്തി പൂർണ്ണമായും നടന്നു കഴിഞ്ഞാലേ പെരിന്തൽമണ്ണയിലേക്ക് ആൾക്കാർക്ക് വരാനും അതുപോലെ അവിടെ നിരവധി തവണ വാഹനാപകടങ്ങളൊക്കെ നടക്കുകയുണ്ടായി. ആ പ്രവൃത്തി പൂർണ്ണമായി നടന്നാലേ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ. പെരിന്തൽമണ്ണയിലെ വികസന കാര്യങ്ങളിൽ മെർച്ചന്റ്സ് അസോസിയേഷൻ എന്നും ഇടപെടലുകൾ നടത്താറുണ്ടെന്നും പട്ടാമ്പി റോഡ് നവീകരണം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്നും മെർച്ചന്റ്സ് അസോസിയേഷൻ ട്രഷറർ ടാലന്റ് ലത്തീഫ പറഞ്ഞു. മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഇടപെടലുകൾ നിരന്തരം നടത്താറുണ്ട്. ഈ മുണ്ടത്തുപാലം പണിയുമായിട്ട് ബന്ധപ്പെടുത്തി ഞങ്ങൾ നടത്തിയ ഇടപെടലും ടുഡേ ന്യൂസിൻ്റെ വളരെ പ്രാധാന്യത്തോടെ ഈ ന്യൂസ് കൊടുക്കുകയും ഒക്കെ ആയി. MLA സജീവമായിട്ട് ഇടപെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇത് താൽക്കാലിക ആശ്വാസം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ റോഡിൻ്റെ പണി പുലാമന്തോൾ മേലാറ്റൂർ റോഡിൻ്റെ പണി പെട്ടെന്ന് തന്നെ ഇലക്ഷൻ സാങ്കേതിക തടസ്സമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ പണിയുമായിട്ട് മുന്നോട്ട് പോകാൻ അധികൃതർ മുൻകൈ എടുക്കണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. മുണ്ടത്ത് പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ നടത്തിയ അറ്റകുറ്റപ്പണി താൽക്കാലികമാണെന്നും ശാശ്വത പരിഹാരം ഉടൻ വേണമെന്നും മെർച്ചന്റ്സ് അസോസിയേഷൻ യൂത്ത് വിംഗ് സെക്രട്ടറി കാജ മുഹ്യുദ്ദീൻ അഭിപ്രായപ്പെട്ടു. അതിൻ്റെതായ ശരിയായ സൂചന ഈ അപകട അറിയിപ്പില്ല സൂചന ബോർഡില്ല. അതുപോലെ തന്നെ ആ ഡ്രെയിനേജിൻ്റെ കാര്യങ്ങൾ വളരെയധികം കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതുണ്ട്. ഒരു തെല്ലാശ്വാസം മാത്രമാണുള്ളത്. അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യേണ്ട മറ്റു പല കാര്യങ്ങളുണ്ട്. ഒരു വർഷം മുൻപ് പുനർനിർമ്മാണത്തിനായി പൊളിച്ചിട്ട മുണ്ടത്ത് പാലം വ്യാപാരികളുടെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഈ കാണുന്ന വിധത്തിലെങ്കിലും തുറന്നുകൊടുത്തത്. എന്നാൽ അനുബന്ധ റോഡ് യാഥാർത്ഥ്യമാകാത്തതിനാൽ തീർത്തും ദുഷ്കരമായിരുന്നു ഇതുവഴിയുള്ള യാത്ര. സമീപത്തെ വ്യാപാരികൾ വലിയ പ്രതിസന്ധിയിലായതോടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വീണ്ടും പ്രതിഷേധ സ്വരങ്ങൾ കടുപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ടുഡേ ന്യൂസ് വ്യാപാരികളുടെയും യാത്രക്കാരുടെയും ദുരിതം വാർത്തയാക്കിയത്. താൽക്കാലികമായി കുഴികൾ അടച്ചെങ്കിലും പ്രദേശത്ത് ഇപ്പോഴും അപകടക്കെണി തുടരുകയാണ്. ഇപ്പോൾ താൽക്കാലികമായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഒരു 2-3 മാസം കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത മാസം മഴ തുടങ്ങും. മഴ തുടങ്ങിയ ശേഷം ഇനി വീണ്ടും പൊട്ടിയൊലിച്ച് സാധനങ്ങൾ പ്രകടനങ്ങളും കാര്യങ്ങൾ ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല സൈഡ് രാത്രി കാലങ്ങളിൽ ഇവിടെ എന്തെങ്കിലും അപകട സൂചനമായിട്ടുള്ള എന്തെങ്കിലും സാധനം വെക്കണം. എന്താ വെച്ചാൽ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് എപ്പോഴും കാണുന്നതാണ്. പല വണ്ടിക്കാരും ബൈക്കാരും ഒരുപാട് പേര് അതിൻ്റെ താഴത്തോട്ട് വീണിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യണം. സമൂഹത്തിന്റെ നേർചിത്രങ്ങൾ വാർത്തയാക്കാനാണ് എന്നും ടുഡേ ന്യൂസ് ശ്രമിക്കുന്നത്. മുണ്ടത്തുപാലം വിഷയത്തിൽ ടുഡേ ന്യൂസ് നൽകിയ വാർത്ത അധികൃതരുടെ ഇടപെടലിന് വഴിയൊരുക്കിയ സന്തോഷം ടുഡേ ന്യൂസും പങ്കുവയ്ക്കുകയാണ്. ആഘോഷങ്ങളെ വരവേൽക്കാം അറ്റ്ലസിനൊപ്പം. അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം 50 LED ടിവികൾ. ഈ ഓഫർ മാർച്ച് 20 മുതൽ ഏപ്രിൽ 20 വരെ മാത്രം. വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ, വിഷു, റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു.
അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.